ഇന്നിപ്പം 3 എണ്ണവും വൈശാഖേട്ടൻ്റെ മേലാണ് ഉള്ളത് കേട്ടോ. ഇടയ്ക്കൊക്കെ ഏട്ടന് ഈ ഒരു അവസ്ഥ നമ്മൾ കൊടുക്കാറുണ്ട്. കാരണം എന്തെങ്കിലും ഒരു പണിത്തിരക്കിലാകുമ്പോൾ ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കും. അപ്പോൾ ഏട്ടൻ ഇങ്ങനെ അങ്ങോട്ട് ഇരിക്കും. ഹേസ് കണ്ടില്ലേ, അല്ലൂട്ടൻ എന്ത് പറഞ്ഞാലും ഭയങ്കരമായി ചിരിച്ചോളൂ കേട്ടോ. ഓക്കല്ലേലും വൈശാഖേട്ടെ, അല്ലൂസ്, അച്ഛ ഇങ്ങനെ ആണുങ്ങളോടാണ് കുറച്ച് കൂടുതൽ താല്പര്യം. നമ്മൾ എത്ര കൊണ്ടുവന്നിട്ടും കാര്യമില്ല. വൈശാഖിനെയൊക്കെ കാണുമ്പോൾ അങ്ങോട്ടേക്ക് ഒരു ചായ്വ് കൂടുതലാണ് പെണ്ണിന്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ നമ്മളിവിടെ വീട്ടിൽ ദിവസവും കേക്ക് കട്ടിങ് ആണ് കേട്ടോ. തുമ്പമ്മയുടെ ബർത്ത്ഡേ ആണ് 28-നെങ്കിൽ 29-ന് ഹേസുവിന് 6 മന്ത്സ് പൂർത്തിയായതിൻ്റെ ഒരു കുഞ്ഞ് കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. അപ്പോൾ കല്യാണി കേക്കൊക്കെ ഓർഡർ ചെയ്ത് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ച് ആരും കാണാതെ തുമ്പമ്മ മെല്ലെ തുറന്ന് കേക്കിൽ ഹേസൽ എന്നുള്ളതിൻ്റെ ഈ ഒക്കെ ഒന്ന് തൊട്ട് റെഡിയാക്കിയിട്ട് എന്തോ ഭാഗ്യത്തിന് കേക്കൊന്നും ചെയ്യാനൊക്കെ തോന്നിയില്ല. ഹേസും വിചാരിക്കണ്ടാവും ഇന്നലെ ഇതുപോലത്തെ എന്തോ ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ, ഒന്നും ഇപ്പോൾ ഇത് എന്തെത്താണെന്ന് വെച്ചിട്ട് നോക്കുന്ന നോട്ടാണെന്ന് തോന്നുന്നു. എന്തായാലും ഇപ്പോൾ ഒന്ന് പോയി കേക്കൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വരാം. കേക്ക് ആസ് യൂഷ്വൽ ഞങ്ങൾ ഓർഡർ ചെയ്യുന്ന പോലെ കെട്ടാങ്കൽ സൈക്ക ബേക്സ് തന്നെയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ നമ്മൾ വേഗം കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് വേണം, എനിക്ക് വിശന്നിട്ട് വയ്യായിരുന്നു കേട്ടോ. കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ട് വേണം ഫുഡ് കഴിക്കുക എന്നുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ തുമ്പമ്മ ഇങ്ങനെയാണ് ഹേസുവിനെ സ്നേഹിക്കട്ടോ. ഹേസുവിനാണെങ്കിൽ ഇങ്ങനെ പിടിച്ച് ഉമ്മ വെക്കുന്നത്, കെട്ടിപ്പിടിക്കുന്നത്, അള്ളിപ്പിടിക്കുന്നത് ഒന്നും ഇഷ്ടമല്ല. പക്ഷേ തുമ്പിക്ക് ഇതാണ് ഇഷ്ടമാണ്. അതാണ് ഇവർ തമ്മിൽ അധികം അങ്ങോട്ട് ഒക്കാത്തത്. പക്ഷേ ഇത്തവണ അവൾ വന്നതിന് ശേഷം ഇവർ കുറച്ചൊക്കെ ഒന്നൊന്നും സെറ്റാണ് കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ ചേച്ചി അനിയത്തിയും ഭയങ്കര കട്ടക്കൂട്ടായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഈ ഫോണിൻ്റെ ലൈറ്റ് കണ്ടിട്ടാണ് ഹേസു ഇങ്ങനെ കാര്യമായിട്ട് അതിലേക്ക് ഭയങ്കര, ഞങ്ങൾ വീഡിയോ ഒക്കെ എടുക്കുകയാണെങ്കിൽ ലൈറ്റ് ഇട്ടിട്ടാണെങ്കിൽ ഭയങ്കരമായിട്ട് നോക്കൂ കേട്ടോ. ഫോൺ കാണുമ്പോൾ ഒക്കെ ഒരു നോട്ടൊക്കെ ഉണ്ട് പെണ്ണിന്. ഇനി എന്താകും എന്ന് അറിഞ്ഞൂടാ. വല്യമ്മേൻ്റെ കാറ്റടിക്കുമോ അമ്മേൻ്റെ കാറ്റടിക്കുമോ എന്നുള്ളത് അറിയില്ല. കാരണം അമ്മ ഇങ്ങനെ ഒരു സാധനം പോസ്റ്റ് ചെയ്യില്ല. അവളെ ഫോട്ടോഷൂട്ടിൻ്റെ പിക്ക് പോലും പോസ്റ്റ് ചെയ്തില്ല. ഞാൻ ചോദിച്ചു പിന്നെ എന്തിനെടുത്താണ്, ഞാൻ സൂക്ഷിച്ച് വെക്കാൻ എടുത്താന്ന് പറഞ്ഞ് സ്റ്റോറി എങ്ങനെ ഇട്ടെന്ന് തോന്നുന്നു. അല്ലാതെ പോസ്റ്റ് ഒന്നും ചെയ്യല്ല കേട്ടോ. അങ്ങനെ ഹേസുവിന് കട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പോൾ ഭയങ്കര എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങനെ ആഞ്ഞു പോവുമായിരുന്നു കുട്ടി. അപ്പോൾ കേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലും തുമ്പിയെ കേക്കിൻ്റെ ആൾക്കാരാണ്, അത് എസ്പെഷ്യലി തുമ്പി കേട്ടോ. അങ്ങനെ കയ്യിലായ ഒരു ഇത്തിരി കേക്ക് പോലും കുട്ടിക്ക് കൊടുക്കാതെ മമ്മി അത് നക്കി തീർത്തു. പാവൻ്റെ ഹേസു കുറേ തത്രപ്പാട് എടുക്കുന്നുണ്ടൊന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്, ഒന്നും കിട്ടുന്നുമില്ല. ദുഷ്ടന്മാരിൻ്റെ പേരും പറഞ്ഞ് കേക്ക് കട്ടിയത് തിന്നുക എന്നുള്ളതായിരിക്കും കുട്ടി മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവുക. എന്തായാലും ഓക്കൊരു തുള്ളി പോലും കിട്ടിയില്ല. ബാക്കി എല്ലാവരും കേക്ക് കഴിക്കുകയും ചെയ്ത്. നല്ല അടിപൊളി കേക്കുമായിരുന്നു കേട്ടോ. ഞാൻ വളരെ മിനിമലായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടേ ഉള്ളൂ. നമ്മളെ ഷുഗറിൻ്റെ അവസ്ഥ അതാണല്ലോ, അത് പറഞ്ഞില്ലല്ലോ നിങ്ങളോട്. അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. കുറേ പേര് കമൻറ്റിലൊക്കെ ചോദിച്ചാൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഇത്രയും ഞാനും കഴിച്ചുള്ളൂ, പിന്നെ ഞാൻ കഴിച്ചിട്ടില്ല ഗൈസ്. പാവം ഞാൻ. അയ്യോ ആര് തരില്ലടി ഇല്ലേ, എന്ത് ചെയ്യും? എന്റെ പേരും പറഞ്ഞു വെറുതെ കേക്ക് മുറിക്ക് എല്ലാരും തിന്ന പാവന്റെ പോള്. അങ്ങനെ നമ്മൾ ആ ചടങ്ങ് അങ്ങോട്ട് കഴിഞ്ഞിട്ടോ. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് നമ്മൾ ഹേസുമോൾ 6 മന്ത്സ് ആയിട്ടുണ്ട്. ഓ മൈ ഗോഡ്, നമ്മളെ കുട്ടികൾ എത്ര പെട്ടെന്നാണ് വളരുന്നത് അല്ലേ. ഇനി അടുത്തതായിട്ടുള്ള ചടങ്ങ് എന്ന് പറഞ്ഞാൽ എല്ലാവരും കേക്ക് കഴിച്ചോട്ടെ, നമുക്ക് വായി നോക്കിയിരിക്കുക അല്ലേ, അതല്ലേ നമുക്ക് പറ്റുള്ളൂ. കട്ട വീഡിയോ കോൾ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കാണിച്ചു കൊടുക്കുകയാണ് അമ്മ. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് കെട്ടിൻ്റെ ഒരു പണി കിട്ടിയത് ഞാൻ കാണിച്ചു തരാം. എന്ത് കിട്ടിയാലും ഫേഷ്യൽ ചെയ്ത് നമ്മളെ തുമ്പി നമ്മൾ എന്ത് ചെയ്യും അല്ലയ്യ.